ഹായ് കൂട്ടുകാരെ, PSC കെമിസ്ട്രി 10th പ്രിലിംസിന് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കാവുന്ന 25 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്ക്. അപ്പോ ക്ലാസ്സിലേക്ക്. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദ്യം. കോപ്പർ സൾഫേറ്റ് ആണ് കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു. ഏതാണ്? കോപ്പർ സൾഫേറ്റ്. രണ്ടാമത്തത്, മാർഷ് ടെസ്റ്റ് ഏതിന്റെ സാന്നിധ്യമാണ് നിർണയിക്കുന്നത്? മാർഷ് ടെസ്റ്റ് ഏതിന്റെ സാന്നിധ്യമാണ് നിർണയിക്കുന്നത്? ആഴ്സനിക് ആണ് കേട്ടോ. ആഴ്സനിക്കിന്റെ സാന്നിധ്യം നിർണയിക്കുന്ന ടെസ്റ്റിനെയാണ് മാർഷ് ടെസ്റ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ മാർഷ് ടെസ്റ്റ് ഏതിന്റെ സാന്നിധ്യമാണ് നിർണയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്സനിക്കിന്റെ സാന്നിധ്യമാണ് നിർണയിക്കുന്നത്. മൂന്നാമത്, അമോണിയം ക്ലോറൈഡിന്റെ നിറം. അമോണിയം ക്ലോറൈഡിന്റെ നിറം വെളുപ്പാണ്. അമോണിയം ക്ലോറൈഡിന്റെ നിറം വെളുപ്പാണ്. ഓക്കെ, അപ്പൊ അമോണിയം ക്ലോറൈഡിന്റെ നിറമാണ് വെളുപ്പ്. നാലാമത്തത്, ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ് ആണ്. ദിമിത്രി ഇമാനോവിച്ച് മെൻഡലിയഫ് എന്നാണ് മുഴുവൻ നാമം. നിങ്ങൾ മെൻഡലിയഫ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ആവർത്തന പട്ടികയുടെ പിതാവാണ് മെൻഡലിയഫ്. ഓക്കെ. അഞ്ചാമത്തത്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്, മോഡേൺ പീരിയോഡിക് ടേബിൾ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് മെൻഡലിയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. ഇനി ആറാമത്തത്, ആദ്യത്തെ കൃത്രിമ മൂലകം. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് ആദ്യത്തെ കൃത്രിമ മൂലകമായിട്ട് അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം, സ്പിരിറ്റിന്റെ ശാസ്ത്രീയ നാമം. സ്പിരിറ്റിന്റെ ശാസ്ത്രീയ നാമം ഈഥൈൽ ആൽക്കഹോൾ എന്നാണ് കേട്ടോ. അപ്പൊ ഈഥൈൽ ആൽക്കഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് ആണ്. സ്പിരിറ്റിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ. എട്ടാമത്തത്, ചുണ്ണാമ്പ് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമം. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഏതിന്റെ ശാസ്ത്രീയ നാമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നിക്കൽ ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം എന്താണ്? നിക്കൽ ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം എന്താണ്? ചുവപ്പാണ് കേട്ടോ. നിക്കൽ ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറമാണ് ചുവപ്പ്. ചുവപ്പ് നിറം. പത്താമത്തെ ചോദ്യം, ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബോറിക് ആസിഡ് കേട്ടോ. ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡാണ് ബോറിക് ആസിഡ്. ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ്. 11ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് കത്തുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഡയോക്സിൻ. ഡയോക്സിൻ എന്ന വാതകമാണ് പ്ലാസ്റ്റിക് കത്തുമ്പോൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഓപ്ഷനിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നൊക്കെ ഉണ്ടാവും. എന്നാൽ അതല്ല ശരിയായ ഉത്തരം. എന്താണ്? ഡയോക്സിൻ എന്ന വാതകം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ രൂപം കൊള്ളുന്ന വാതകമാണ് ഡയോക്സിൻ. ഓർത്തു വെച്ചോളൂ കേട്ടോ, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഡയോക്സിൻ. 12ാമത്തെ ചോദ്യം, ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ സിൽവർ ബ്രോമൈഡ് കേട്ടോ. സിൽവർ ബ്രോമൈഡ്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡ്. 13ാമത്തെ ചോദ്യം,
ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. ആധുനിക ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്കുകളാണുള്ളത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിങ്ങനെ ആധുനിക ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്കുകളാണ് നിലവിലുള്ളത്. 14-ാമത്തെ ചോദ്യം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം മഗ്നീഷ്യം. ഏതാണ്? മഗ്നീഷ്യം. മാംസ്യ സംശ്ലേഷണത്തില് സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം കേട്ടോ. മഗ്നീഷ്യം. 15-ാമത്തെ ചോദ്യം. ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകം. ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകം ജർമേനിയമാണ് കേട്ടോ. ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകം ഏതാണ്? ജർമേനിയം. ജർമേനിയം എന്ന് പറയുന്ന മൂലകമാണ് ട്രാൻസിസ്റ്ററുകളിലെ പൊതുഘടകമായിട്ടുള്ളത്. 16-ാമത്തെ ചോദ്യം. കുലീന വാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? കുലീന വാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കുലീന വാതകങ്ങൾ, ഉത്കൃഷ്ട മൂലകങ്ങൾ, അലസവാതകങ്ങൾ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ കുലീന വാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-ാമത്തെ ഗ്രൂപ്പിലാണ് കുലീന വാതകങ്ങൾ ഉൾപ്പെടുന്നത്. ഈ 18-ാമത്തെ ഗ്രൂപ്പിന് തന്നെ ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ തുടങ്ങിയ പേരുകളിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? 18-ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നുണ്ട്. പൊതുവെ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യാറില്ല? പങ്കെടുക്കാറില്ല. അടുത്തത് 17-ാമത്തെ ചോദ്യം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? സെല്ലുലോസ് ആണ് കേട്ടോ. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന കാർബണിക സംയുക്തം എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. ഈ സസ്യശരീരങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുലോസ് അഥവാ നാരുകൾ കൊണ്ടാണ്. അത് തന്നെയാണ് ഉത്തരം കേട്ടോ, സെല്ലുലോസ്. 18-ാമത്തെ ചോദ്യം. ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കുന്നതിനുള്ള ഏകകം. ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കുന്നതിനുള്ള ഏകകം ലിറ്റർ ആണ് കേട്ടോ. ദ്രാവകങ്ങളുടെ വ്യാപ്തം എപ്പോഴും ലിറ്ററിലാണ് പ്രസ്താവിക്കുന്നത്. ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കുന്ന ഏകകം അപ്പോൾ എന്താണ്? ലിറ്റർ ആണ്. ലിറ്റർ. 19-ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ ആണ് കേട്ടോ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഇനി 20-ാമത്തെ ചോദ്യം. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകം. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകം ഇലക്ട്രോണുകളാണ്. ഒരു ലോഹത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകം ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ. ഇനി 21-ാമത്തെ ചോദ്യം. മനുഷ്യന്റെ ഏത് അവയവത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത്? മനുഷ്യന്റെ ഏത് അവയവത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത്? മസ്തിഷ്കമാണ് കേട്ടോ. തലച്ചോർ, മസ്തിഷ്കം. അപ്പോൾ ആണവ വികിരണം ബാധിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ആദ്യത്തെ അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കമാണ്, തലച്ചോർ, ബ്രെയിനാണ്. 22-ാമത്തെ ചോദ്യം. ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യപരമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഘടകമാണ്? ബോഷ് പ്രക്രിയയിലൂടെ വാണിജ്യപരമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വസ്തുവാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ വാണിജ്യപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ വാണിജ്യപരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ എന്നാണ്. ബോഷ് പ്രക്രിയ. ഇനി 23-ാമത്തെ ചോദ്യം. എല്ലാ മാംസ്യ തന്മാത്രകളുടെയും ഘടകം. എല്ലാ മാംസ്യ തന്മാത്രകളുടെയും ഘടകം. അപ്പോൾ എല്ലാ മാംസ്യ തന്മാത്രകളുടെയും ഘടകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. എല്ലാ മാംസ്യ തന്മാത്രകളിലെയും പൊതുഘടകം, പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ. അപ്പോൾ എല്ലാ മാംസ്യ തന്മാത്രകളിലെയും പൊതുവായ ഘടകം ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ. 24-ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം കാർബൺ ആണ്.
സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയുള്ള മൂലകം ഏതാണ്? കാർബൺ. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകമാണ് കാർബൺ. 25ാമത്തെ അവസാനത്തെ ചോദ്യം, പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്ര. പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്രകളാണ് എസ്റ്ററുകൾ. പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്രകളാണ് എസ്റ്ററുകൾ. പഴങ്ങളുടെ ഗന്ധത്തിന് കാരണമായ തന്മാത്രകളാണ് എസ്റ്ററുകൾ. അപ്പോൾ ഇതാണ് 25 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഈ 25 ചോദ്യങ്ങളും പഠിച്ചു വെച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.